മത തീവ്രവാദികൾക്ക് എതിരെ നടപടിയെടുക്കുന്നവർക്കെതിരെ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ വേട്ടയാടലുകൾ നടക്കുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത്. VHPയുടെ നേതാവ് അഡ്വക്കേറ്റ് അനിൽ വിളയലിനെതിരെ കേസെടുത്ത നടപടി ആസൂത്രിതമെന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഇത് വളരെ ആസൂത്രിതമാണ്. വിവാഹത്തിനെതിരായി നിലകൊണ്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരാതി പെൺകുട്ടിയെ കൊണ്ട് ബോധപൂർവം വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവിനെതിരെ കൊടുപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നവരെ കേസിൽ കുടുക്കി ജയിലിലടക്കുന്ന സമീപനം ആദ്യത്തേതല്ല. പ്രതികരിക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ, ഈ തരം കാര്യങ്ങൾക്കെതിരായി നിലപാടെടുക്കുന്നവർക്കെതിരെ കള്ളക്കേസുണ്ടാക്കി, വ്യാജ പരാതി ഉണ്ടാക്കി അവരെ ജയിലിലടക്കാൻ ശ്രമിക്കുക, അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുക എന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഈ താരത്തിന്റെ പരാതി തീവ്രവാദികളുടെ അജണ്ടയാണ്. അത് ആസൂത്രിതമായ ഒരു കെട്ടിച്ചമച്ച പരാതിയാണ്. യാതൊരു സംശയമില്ല. ഈ മത തീവ്രവാദികൾക്കെതിരെ നിലപാടെടുക്കുന്നവരെ ജയിലിലടക്കാനും അവരെ നിശബ്ദരാക്കാനും വേണ്ടിയുള്ള ഭരണകൂടത്തിന്റെ സഹായത്തോടെയുള്ള നീക്കമായിട്ട് വേണം കാണാൻ. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. മിഥുൻ, ഈ മധ്യപ്രദേശ് സ്വദേശിനിയായ ഈ വിദ്യാർത്ഥിനിയുടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആ കുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉൾപ്പെടെയുള്ള VHP നേതാക്കൾ അതിൽ ദുരൂഹത പറഞ്ഞതാണ്. പിന്നീട് ഈ ആധാർ കാർഡ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അനിൽ വിളയിലും മറ്റും ആദ്യം ഘട്ടത്തിൽ പറഞ്ഞതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണിപ്പോൾ ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ പറയുന്നത്? അതായത് വസ്തുത പറയുന്ന അല്ലെങ്കിൽ ജിഹാദികളുടെ ഈ രീതിയിലുള്ള ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ കേരളത്തിലെ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ജിഹാദികൾ വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്നാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അനിൽ വിളയിൽ അടക്കമുള്ള ഹൈന്ദവ നേതാക്കൾക്കെതിരെ പരാതി നൽകിക്കൊണ്ടാണ്, അതുപോലെ തന്നെ കോടതിയിൽ അവർക്കെതിരെ രഹസ്യമൊഴി നൽകിക്കൊണ്ടാണ് ഈ വിവാദത്തിലായിട്ടുള്ള ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൺകുട്ടി നടപടി അത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കമെല്ലാം ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണെന്നും ഇത് ജിഹാദികളുടെ അജണ്ടയാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി അവരുടെ അത്തരത്തിലുള്ള സഹായത്തോടു കൂടി നടത്തിയ ഒരു നടപടിയാണ് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഇതിനെ വിമർശിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നത്. ഇത്തരത്തിലുള്ള മതതീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നവരെ, അവരെ നിലപാടെടുക്കുന്നവരെ, അവരെ വിമർശിക്കുന്നവരെ, അവരെ കേസിൽ കുടുക്കിക്കൊണ്ട് ജയിലിലാക്കാനുള്ള നീക്കം വലിയ രീതിയിൽ ഇതിനു മുമ്പേ നടന്നിരുന്നു. നേരത്തെ നമുക്കറിയാം, അതിന് ഉദാഹരിക്കുന്നത് പത്മരാജൻ മാഷിനെയും അതുപോലെ തന്നെ മലപ്പുറത്തെ പാലത്തായി കേസിലെ പത്മരാജൻ മാഷിനെയും അതുപോലെ തന്നെ മലപ്പുറത്തെ ഇപ്പോൾ അടുത്തു നടന്ന ജയചന്ദ്രനെതിരെയുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളെയാണ്. സമാനമായിട്ടുള്ള നീക്കങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിനെ കൃത്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPMന്റെ നേതൃത്വത്തിൽ നടന്ന CPM സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ട് നടത്തിയ ഒരു വിവാഹം, അത് പോക്സോ കേസായി മാറിയതിലുള്ള, അതിനെ വിമർശിച്ചതിലുള്ള ഒരു പകരം വീട്ടൽ എന്നുള്ള നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ ഇത്തരം നീക്കങ്ങൾ നൽകുന്നത്. പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിൽ കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെയും CPMന്റെയും ഒരു പിന്തുണ അവർക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ജിഹാദികളുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. ഇത്തരത്തിൽ ഹൈന്ദവ നേതാക്കളെ വേട്ടയാടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് വിട്ടു നൽകാൻ കഴിയില്ല. കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരും. ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുകയും ആ സംശയം പിന്നീട് ശരിയാവുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, SC/ST കമ്മീഷൻ മധ്യപ്രദേശ് SC/ST കമ്മീഷൻ കേരളത്തിലെത്തുകയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും അവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോക്സോ കേസ്, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കേസിൽ പോക്സോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. കൃത്യമായി ആ സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിമർശനം ഉന്നയിക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കേസുമായി അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ പെൺകുട്ടിക്ക് കഴിയുക? അതുപോലെ തന്നെ അത്തരം നീക്കങ്ങളുമായി ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നൽകുന്നത്. പത്മരാജൻ മാഷിനെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് അതുമായി സമീകരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ജിഹാദികൾക്ക് വേണ്ടി നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോകും. ഒരു തരത്തിലുള്ള മത തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം വരുന്ന ഘട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം.
ഈ വിവാഹം എന്നേ പറയാൻ സാധിക്കില്ല, കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. എന്തായാലും വിവാഹം നടത്തിപ്പിന് ചുക്കാൻ പിടിച്ച ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിയവരൊക്കെ വളരെ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കൂടി എടുത്ത് റഹീമും മന്ത്രി വി ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവരൊക്കെയാണ് ഈ വിവാദമായിട്ടുള്ള വിവാഹത്തിന് അന്ന് നേതൃത്വം കൊടുത്തത്. അന്നേ അനിൽ വിളയിലൊക്കെ പറഞ്ഞിരുന്നു ഇത് വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട്. പിന്നീട് അതിന്റെ വസ്തുതകൾ ഓരോന്നായി പുറത്തു വന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കളടക്കം അത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് പറയണം.